ഗാസയിൽ 2 വർഷത്തിന് ശേഷം യുദ്ധം അവസാനിക്കുന്നു. സമാധാന കരാറിന്റെ ആദ്യഘട്ടം ഇസ്രായേലും ഹമാസും അംഗീകരിച്ചുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നു. ഉടൻ ബന്ദികളെ മോചിപ്പിക്കുമെന്നും ട്രംപിന്റെ ഇടപെടലിന് നന്ദി അറിയിച്ച് ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. ധാരണയിൽ ഇരു പ്രതിനിധികളും ഒപ്പിടുന്നത് കാണാൻ ഡൊണാൾഡ് ട്രംപ് നേരിട്ടെത്തുമെന്നും വിവരമുണ്ട്. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നുണ്ട്. മനു, 2 വർഷമായി തുടരുന്ന യുദ്ധം അതിന് അവസാനമാകുന്നുവെങ്കിൽ അത് അങ്ങേയറ്റം സ്വാഗതാർഹവും ലോകത്തിന് തന്നെ സമാധാനം നൽകുന്ന ഒരു സന്ദേശവും കൂടിയാണ്. പക്ഷേ ഇതിനി വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഇപ്പോഴത്തേതുപോലെ തന്നെ ഒരു സമാധാന കരാറിലേക്ക് പ്രതിസന്ധികളില്ലാതെ തന്നെ കടക്കാൻ സാധിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, 2 സുപ്രധാന കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഒന്നാമത്തേത്, ഇസ്രായേൽ ക്യാബിനറ്റ് യോഗം ചേർന്ന് വെടിനിർത്തലിന് കരാറിന് ഒരു അന്തിമ അംഗീകാരം നൽകിയതിനു ശേഷം മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കാനാകൂ എന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഇസ്രായേൽ സമയം 5 മണി, അതായത് നമ്മുടെ ഇവിടുത്തെ 7:30 ഈ ക്യാബിനറ്റ് ആരംഭിക്കുമെന്നായിരുന്നു നേരത്തെ നമുക്ക് ലഭിച്ചിരുന്ന സൂചന. എന്നാൽ 7:30യോടുകൂടി ഈ ക്യാബിനറ്റ് ആരംഭിച്ചില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അവിടുത്തെ 8 മണി, അതായത് ഇവിടുത്തെ 10:30യോടുകൂടി ഈ ക്യാബിനറ്റ് ചേരുകയും ഇതിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുകയും ചെയ്യും എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും ക്യാബിനറ്റിൻ്റെ അംഗീകാരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ലഭിക്കാതിരുന്നാൽ ഒരുപക്ഷെ സംഗതികൾ കൈവിട്ടു പോകാം. പക്ഷേ ലഭിക്കുമെന്ന ഏറെക്കുറെ വിശ്വാസത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അങ്ങനെ വന്നാൽ തിങ്കളാഴ്ചയോടുകൂടി ഈ ബന്ദികളുടെ മോചനം സാധ്യമാകും എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേക ദൂതൻ അവിടെ ഈജിപ്തിൽ തുടരുന്നുണ്ട്. ഇപ്പോൾ മറ്റ് രണ്ടാമത്തെ ഒരു സുപ്രധാന കാര്യം, ഡൊണാൾഡ് ട്രംപിൻ്റെ വിജയത്തെ നരേന്ദ്രമോദി അഭിനന്ദിച്ചിരിക്കുന്നു എന്നാണ് മോദി വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം ട്രംപിനോട് സംസാരിച്ചു, അദ്ദേഹത്തെ അഭിനന്ദിച്ചു എന്ന് എക്സിൽ കുറിച്ചിരിക്കുന്നു. ഗാസയിലെ ഈ സമാധാന ഉടമ്പടിയെ ഒരു ചരിത്ര സംഭവമായാണ് പ്രധാനമന്ത്രി എക്സിൽ വിശദീകരിക്കുന്നത്. അതിൻ്റെ വിജയത്തെക്കുറിച്ച് ഒരു അവലോകനം നടത്തി. അതോടൊപ്പം തന്നെ ഈ ട്രേഡ് നെഗോഷിയേഷൻസിനെ പറ്റി, അതായത് ഈ വ്യാപാര ബന്ധങ്ങളെ സംബന്ധിച്ചും ഒരു അവലോകനം നടത്തി. ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരുമിച്ച് നീങ്ങാൻ, അല്ലെങ്കിൽ അടുത്ത് നിന്നുകൊണ്ട് നീങ്ങാൻ ഉള്ള ഒരു ശ്രമം നടത്താം എന്ന് ഇരു നേതാക്കളും സമ്മതിക്കുകയും ചെയ്തിട്ട് ഉണ്ട് എന്ന് നരേന്ദ്രമോദി ട്രംപിനെ അനുമോദിച്ചുകൊണ്ടുള്ള തൻ്റെ എക്സ് അക്കൗണ്ടിൽ കുറിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഒരു വശത്ത് ലോകത്തിന് വലിയ പ്രത്യാശ നൽകുന്നു. ഇപ്പോൾ ഈ സമാധാന ദൗത്യത്തെ ഇറാൻ സ്വാഗതം ചെയ്തിരിക്കുന്നു, UK സ്വാഗതം ചെയ്തിരിക്കുന്നു, ഇറ്റലിയുടെ ജോർജിയ മെലോണി സ്വാഗതം ചെയ്തിരിക്കുന്നു, ലെബനൻ്റെ ഔറോൺ സ്വാഗതം ചെയ്തിരിക്കുന്നു, സൗദി അറേബ്യ, UAE, അങ്ങനെ ഫ്രാൻസ് തുടങ്ങിയ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഈ സമാധാന കരാറിനെ സ്വാഗതം ചെയ്യുന്നു. ഈജിപ്ത് പ്രസിഡന്റ് ആകട്ടെ അബ്ദുൽ ഫത്താഹ് അൽ സിസി പറയുന്നത് അതൊരു വലിയ നേട്ടമായി, ചരിത്ര നേട്ടമായി പറയുന്നു. ഒപ്പം തന്നെ പല രാജ്യങ്ങളും വേണമെങ്കിൽ ഗാസയിലേക്ക് സമാധാന സേനയെ അയക്കാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്നു. പാലസ്തീനിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ, അല്ലെങ്കിൽ അവിടെ നിന്ന് കുറ്റവാളികളും തടവുകാരും ഒക്കെയായി ബന്ദികളും ഒക്കെയായി കൊണ്ടുപോയിട്ടുള്ള ഏതാണ്ട് 2000-ഓളം പേരുടെ മോചനം ഉണ്ടാകേണ്ടതുണ്ട്. അതിൽ 250 പേര് തടവിന് വിധിച്ച ഒരു സാഹചര്യം ഉണ്ട്, ജീവപര്യന്തം തടവിന് വിധിച്ച ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ മോചനം വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. അതിനിടയിൽ അവിടെ നിന്ന് ഇസ്രായേൽ വക്താവ് ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ബെദ്രോഷിയാൻ പറയുന്നത് മാർവാൻ ബർഗൌത്തി എന്ന ഒരു പ്രത്യേക തടവുകാരനെ ഒഴികെ മറ്റുള്ള എല്ലാവരെയും വിടാനുള്ള ഒരു തീരുമാനം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇസ്രായേലിൽ നിന്നുള്ള ബന്ദികളെ പാലസ്തീൻ അല്ലെങ്കിൽ ഗാസയിലെ ഹമാസ് പിടിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ അത് എത്ര പെട്ടെന്ന് വിട്ടുകിട്ടും? ഇതൊക്കെ ലോകം വളരെ ഗൗരവത്തോടെ ഉറ്റുനോക്കുമ്പോഴാണ് ഇസ്രായേൽ ക്യാബിനറ്റിൻ്റെ അന്തിമ തീരുമാനത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ്. അതിനി അധിക സമയമില്ല, ഇന്ന് തന്നെ അത് നടക്കും എന്നാണ് പ്രതീക്ഷ. അങ്ങനെ വന്നാൽ ഗാസ സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്ന് നമുക്ക് ഏറെക്കുറെ പറയാനാകും. ഇതൊരു സമാധാന കരാറല്ല, ഇതൊരു വെടിനിർത്തൽ കരാറാണ് എന്നത് ഓർക്കണം. വെടിനിർത്തിയതിന് ശേഷം പൂർണ്ണമായ ഒരു സമാധാനത്തിലേക്കുള്ള ചുവടുവെപ്പ് കുറെ കൂടെ വേഗത്തിലാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ.